ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് പ്രാവും കാക്കയും. പുരാതന ഇന്ത്യയിൽ പക്ഷികളുടെ സഞ്ചാരത്തിനായി ആളുകൾ വീടിനു ചുറ്റും ധാന്യങ്ങൾ നിറച്ച കൊട്ടകൾ തൂക്കിയിടാറുണ്ടായിരുന്നു. രാജാവിൻ്റെ ഭണ്ഡാരപ്പതിയുടെ പാചകക്കാരും അതുതന്നെ ചെയ്തു. ആ കൊട്ടകളിലൊന്നിൽ ഒരു പ്രാവ് പാളയമിട്ടിരുന്നു. അത് രാത്രി മുഴുവൻ അതിൽ താമസിച്ചു. സന്ധ്യയാകുമ്പോൾ കൂട്ടിലേക്ക് മടങ്ങും. ഒരു ദിവസം അടുക്കളയിൽ നിന്ന് മാംസം പാകം ചെയ്യുന്നതിൻ്റെ സുഗന്ധവുമായി ഒരു കാക്കയും വന്നു. അവൻ ആകർഷിച്ചു ഇരുന്നു. പ്രാവിൻ്റെ കൊട്ടയിലിരുന്ന് സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങി. കാക്കയുടെ സുഗമമായ സംസാരത്തിലേക്ക് വന്ന പ്രാവ് അദ്ദേഹത്തിന് ആതിഥ്യം വാഗ്ദാനം ചെയ്തു. എന്നാൽ അടുക്കളയിൽ നിന്നും ഒന്നും മോഷ്ടിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി. രണ്ട് പക്ഷികളെയും ഒരുമിച്ച് കണ്ട പാചകക്കാർ ഉടൻ തന്നെ ഒന്ന് കാക്കയ്ക്കും നൽകി. കൊട്ട തൂക്കി. അങ്ങനെ ചെയ്താൽ രണ്ടു സുഹൃത്തുക്കൾക്കും സംസാരിക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കുമെന്ന് കരുതി പ്രാവിൻ്റെ കൊട്ടയ്ക്ക് സമീപം. രണ്ടാം ദിവസം പ്രാവ് അതിരാവിലെ പറന്നു പോയപ്പോൾ കാക്ക അതിൻ്റെ വാസസ്ഥലത്ത് ഒളിച്ചു. അന്നേ ദിവസം പാചകക്കാർ മീൻ പാകം ചെയ്യാൻ തുടങ്ങി. കാക്കയുടെ വായിൽ പാകം ചെയ്യുന്ന മത്സ്യത്തിൻ്റെ സുഗന്ധം നിറഞ്ഞു. ഒരിക്കൽ അടുക്കളയിലെ പാചകക്കാർ അല്പം നേരം പുക വലിക്കാൻ പോയത് കണ്ടപ്പോൾ അവൻ പറന്നു വന്ന് പാകം ചെയ്ത ഒരു വലിയ മാംസകഷ്ണത്തിൽ കുത്തി. പാത്രത്തിലെ കലം താഴെ വീണു. കലശ വീണ ശബ്ദം കേട്ട് ഒരു പാചകക്കാരൻ ഓടി ഇറങ്ങി വന്ന് കാക്കയുടെ മോഷണം പിടികൂടി. അവൻ ഉടൻ തന്നെ അടുക്കള വാതിൽ അടച്ച് കാക്കയെ പിടിച്ചു. അതിൻ്റെ ചിറകുകൾ നിഷ്കരുണം പറിച്ചെടുത്ത് മുളക് മസാലയിൽ പൊതിഞ്ഞ് പുറത്തേക്കെറിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ കാക്കയുടെ ജീവൻ പോയി. വൈകുന്നേരത്തോടെ പ്രാവ് അതിൻ്റെ വാസസ്ഥലത്ത് എത്തിയപ്പോൾ കാക്കയുടെ തൂവലും മൃതശരീരവും പുറത്തേക്ക് തള്ളിയ നിലയിൽ കണ്ടെത്തി. കാക്ക തൻ്റെ അത്യാഗ്രഹത്തിന് ഇരയായെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. പ്രാവ് ജ്ഞാനവും ദർശനശക്തിയുമുള്ള ഒരു പക്ഷിയായിരുന്നു. കൂടെയുള്ളവരുടെ വിഡ്ഢിത്തത്തിന് എല്ലാവരെയും ശിക്ഷിക്കാം എന്നതിനാൽ അവൻ ഉടനെ ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി.